കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് അപകടം. ഉള്ളിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് സംശയം. തെരച്ചിൽ നടത്തുന്നതിനിടെ സ്ഥലത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. ഇപ്പോൾ വീണ്ടും കുന്നിടിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ രക്ഷാപ്രവർത്തനത്തിനിടയിലും ഇപ്പോൾ വലിയൊരു ശബ്ദത്തോടു കൂടി സമീപത്തെ കുന്നുകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടകരമായ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ആളുകൾ ഈ ഫയർഫോഴ്സ് അപ്പോൾ വീണ്ടും കുന്നിടിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ രക്ഷാപ്രവർത്തനത്തിനിടയിലും ഇപ്പോൾ വലിയൊരു ശബ്ദത്തോടു കൂടി സമീപത്തെ കുന്നുകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സലാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സലാം, ഈ തൊണ്ടയാട് ബൈപ്പാസിൽ ഇത് എവിടെയാണ് സ്ഥലം? സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണോ മണ്ണിടിഞ്ഞത്, അതല്ല ഹൈവേ നിർമ്മാണത്തിനിടെയാണോ? എന്താണ് ഉണ്ടായത്? അജിംസ്, സ്വകാര്യ വ്യക്തി ഒരു ഫ്ലാറ്റ് നിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോറൽ ഹാവൻ എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റാണ് ഇത്. നെല്ലിക്കോട് വില്ലേജിൽ പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് നിർമ്മാണം നടക്കുന്നതിനിടെ സമീപത്ത് വീടുകളിലേക്ക് പോകുന്ന വഴിയാണ് നമുക്ക് മുകളിൽ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആ വഴി മൊത്തത്തിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. വലിയ ഉയരത്തിലാണ് അവിടെ കുന്നുണ്ടായിരുന്നത്. ആ കുന്ന് മൊത്തത്തിൽ ഇടിഞ്ഞ് ഈ താഴ്ന്ന ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഈ താഴ്ന്ന പ്രദേശത്തേക്ക് ഈ കെട്ടിടത്തിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അതിനുള്ളിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഒരാൾ അതിനുള്ളിൽ പെട്ടുകിടക്കുന്നു എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. സഹ ജോലിക്കാരാണ് ഇക്കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിലൂടെ വീണ്ടും കുന്ന് വലിയ ശബ്ദത്തോടു കൂടി ഇടിഞ്ഞു വീഴുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ കൗൺസിലർ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? അപകടത്തിൻ്റെ ഒരു മണിക്കൂർ മുമ്പാണ് മണ്ണിടിഞ്ഞത്. അതിൻ്റെ മുമ്പ് ആ ഭാഗത്ത് കുറച്ച് മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അത് കട്ട് ചെയ്ത സമയത്ത് തന്നെ ഞങ്ങളിവിടെ വന്നിട്ട്, ഇത് കൺവീനറും ഞങ്ങളിവിടെ വന്ന് പറഞ്ഞതാണ് അവരോട് നിർത്തി വെക്കാൻ വേണ്ടിയിട്ട്. ഈ ജോലി നിർത്തി വെച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റീറ്റെയിനിങ് വാളാണല്ലോ ആദ്യം കെട്ടേണ്ടത്. റീറ്റെയിനിങ് വാൾ കെട്ടാതെയാണ് തുടങ്ങിയത്. ആദ്യം മണ്ണിടിച്ച് വെച്ചതാണ്. ആ സമയത്ത് തന്നെ ഞങ്ങളിവിടെ വന്നിട്ട് നിർത്തി വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ അവർ വീണ്ടും റീറ്റെയിനിങ് വാൾ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ റീറ്റെയിനിങ് വാളിന് വേണ്ടിയിട്ട് കമ്പിയിട്ട സമയത്താണ് ഇടിഞ്ഞത്. ഇപ്പോൾ എത്ര തൊഴിലാളികളുണ്ട്? അങ്ങനെ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് ഒരാളെന്നുള്ള 3 തൊഴിലാളികളാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിൽ 2 ആൾക്കാർ ഓടി രക്ഷപ്പെട്ടു. ഒരാൾക്കാർ ഇതിനുള്ളിലുണ്ട് എന്നാണ് പിന്നെ ആ തൊഴിലാളികൾ പറഞ്ഞിട്ടില്ല. അതിൻ്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ഇടിഞ്ഞതിന് ശേഷം ഇപ്പോൾ 3 തവണ അതിന് മുകളിൽ ഇടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വഴി പൂർണ്ണമായും 4 ഫൂട്ട് വഴി അതിലുണ്ടായിരുന്നു. പൂർണ്ണമായും ഇടിഞ്ഞ് ഇങ്ങോട്ടേ വീണു. ആ തൊട്ടടുത്തുള്ള വീടുകൾ ഇടിയാനുള്ള സാധ്യതകൾ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ 2 ആഴ്ച മുമ്പേ ഇവിടെ വന്നിട്ട് ഇത് പൂർണ്ണമായും നിർത്തിവെക്കണം, ഇത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമതും വന്ന് പറഞ്ഞു, നേരത്തെയും വന്ന് പറഞ്ഞിട്ടുണ്ട്. റെസിഡൻസിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇതിൻ്റെ ബിൽഡേഴ്സ് ഇതൊന്നും ശ്രദ്ധിക്കാതെ അവരെ പണി തുടരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. നാട്ടുകാർ കേസ് കൊടുത്തിട്ടുണ്ട്, പരാതികളുണ്ട്, പല പ്രശ്നങ്ങളുമുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ വന്നിട്ട് നിർത്തിയേക്കാം. വില്ലേജ് ഓഫീസറെ മിഞ്ഞാന്നും പറഞ്ഞിട്ട് നിർത്തിയേക്കാം.